ബൈജുവാണ് എന്നോടൊപ്പമുള്ളത്. ഇന്നലെ ഉണ്ടായ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയെ ഭാരതീയ ജനതാ പാർട്ടി ഏറെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. തുടക്കം മുതലേ ഇന്നലെ ഹൈക്കോടതി വിധിയിലൂടെ വന്ന അതേ അഭിപ്രായമാണ് തുടക്കം മുതൽ ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ വിധി വന്നതിന് ശേഷം സംസ്ഥാന സർക്കാർ ഇന്നും മന്ത്രി പി രാജീവ് ഈ നിമിഷം വരെയും മുനമ്പം വഖഫ് ഭൂമി അല്ല എന്ന് പറയാൻ തയ്യാറാകുന്നില്ല. കോൺഗ്രസും അത് തയ്യാറാകുന്നില്ല. മുനമ്പം ജനതയ്ക്ക് നീതി ലഭിക്കണം, ശരിയാണ്. അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം. അവർക്ക് കരമടയ്ക്കാനുള്ള, നിങ്ങൾക്കറിയാം, ഈ 360/63/2022 ആ കേസില് കരമടയ്ക്കാനുള്ള സ്വാതന്ത്ര്യം മുനമ്പം ജനതയ്ക്ക് കൊടുക്കണമെന്ന് മാത്രമാണ് സർക്കാർ പറയുന്നത്. ഇപ്പോഴും സർക്കാർ ഇപ്പോഴും വഖഫ് ഭൂമി അല്ല അത് എന്ന് സമ്മതിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. അതാണ് BJPയുടെ പ്രതിഷേധം. അവിടെ ഒരു കാര്യം എടുത്തു പറയട്ടെ, മുനമ്പം ഭൂമിയെ വഖഫ് ഭൂമിയാക്കി മാറ്റിയ നിയമം ഇന്ന് ഈ രാജ്യത്ത് നിലവിലില്ല. അതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന കാര്യം. സെക്ഷൻ 40 ഉൾപ്പെടെയുള്ള നിയമം ഇന്ന് ഈ രാജ്യത്തില്ല. അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം കൂടെ BJP ഈ വിഷയത്തിൽ ചെയ്യുകയാണ്. ഇന്നലെ കോടതിയുടെ വിധി പറഞ്ഞിട്ടുള്ളത്, സുപ്രീം കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസത്തെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ വഖഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്ന ആളുകൾ അതിന് അപ്പീല് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പീല് സുപ്രീം കോടതി വരികയാണ്. അത് വരുമ്പോൾ അതിന് കാവ്യറ്റ് ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ മുനമ്പം സ്വദേശി കൂടിയായ ഫിലിപ്പ് അതിന്റെ കാവ്യറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന്മേൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിൽ കക്ഷി ചേരും. ഇന്ന് നിങ്ങളെ അറിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കക്ഷി ചേരണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിനോട് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ഈ കേസ് എത്തുമ്പോൾ തീർച്ചയായും മുനമ്പത്തിന്റെ വിഷയം വഖഫ് ആക്ടുമായി ബന്ധപ്പെട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ ഭൂമി ഒരിക്കലും വഖഫ് ബോർഡിൻ്റെതല്ല എന്ന് തെളിയിക്കാൻ കഴിയുന്ന രീതിയിൽ പുതിയ ഭരണഘടന അല്ലെങ്കിൽ പുതിയ വഖഫ് ഭേദഗതി നിയമത്തിൽ ഇതിന് കൃത്യമായ പ്രൊവിഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ ഈ കേസ് വരുമ്പോൾ ഇന്ന് താൽക്കാലികമായി അവർക്ക് കരമടയ്ക്കാൻ കഴിഞ്ഞെങ്കിലും ഡെമോക്രസിന്റെ വാള് പോലെ അവരുടെ തലയിൽ എപ്പോഴും, തലയ്ക്ക് മണ്ടയിൽ എപ്പോഴും ഈ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. എന്നേക്കുമായി ഇനി ഒരിക്കലും വഖഫിന്റെ ഭാഗത്തുനിന്ന് മുനമ്പം ജനതയ്ക്ക് ഒരു വെല്ലുവിളി ഉണ്ടാകാതിരിക്കണമെങ്കിൽ അതിന് അന്തിമമായ ഒരു കോടതി വിധി ആവശ്യമാണ്. അവർക്ക് ആ ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ തിരിച്ചു കിട്ടണമെങ്കിൽ സുപ്രീം കോടതിയിൽ നിലവിലുള്ള വഖഫ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിധി ഉണ്ടാകണം. അതുകൊണ്ട് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഈ കേസിൽ ഇപ്പോൾ അവർ കൊടുത്തിട്ടുള്ള അപ്പീലിൽ കേന്ദ്ര സർക്കാർ കക്ഷി ചേരണമെന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിനോട് ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് അനുകൂലമായ നിലപാട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ നിങ്ങൾക്കറിയാം, ഇവിടെ വഖഫ് ഭേദഗതി നിയമം ഉണ്ടായപ്പോൾ, അതായത് മുനമ്പംകാരെ പ്രതിസന്ധിയിലാക്കിയ വഖഫ് ആക്ടിന് ഭേദഗതി നിയമം വന്നപ്പോൾ ഒരുമിച്ച് കൈപൊക്കിയ ഇടതുപക്ഷവും വലതുപക്ഷവും, കേരളത്തിൽ ഒരു പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ആദ്യത്തെ ഒരു പ്രമേയമായിരിക്കാം ഇത്തരത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷം ആദ്യ പ്രമേയം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയാണ് കേരള നിയമസഭ ഒന്നാകെ നിയമം പാസാക്കി. ഇപ്പോഴും പറയുന്നു വഖഫ് ഭേദഗതി നിയമം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇപ്പൊ പി രാജീവ് പറഞ്ഞു, എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം മന്ത്രി. ഏതെങ്കിലും ഒന്നെങ്കിൽ അത് ശരിയാണോ അല്ലെങ്കിൽ ഇത് ശരിയാണോ പറയണം. ഇന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മുനമ്പം ഭൂമി വഖഫ് ആണോ അല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല. അതെന്താ, കോടതി പറഞ്ഞൊരു കാര്യം പോലും പറയാൻ ഇവർക്ക് തന്റെ ഇടമില്ല എന്ന് പറഞ്ഞാൽ ഇവരാരെയാണ് ഭയപ്പെടുന്നത്? ഇവിടെ 2019 ഒക്ടോബർ മാസം 19 ഈ വിധി വന്നിട്ട് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അത് മുനമ്പം വഖഫ് ഭൂമി അല്ല എന്ന് വിധി വന്നിട്ട് ഈ കഴിഞ്ഞ ഇത്രയും ദിവസം ആ വസ്തു പോക്കുവരവ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുതൽ ടാക്സ് സ്വീകരിക്കാൻ സമ്മതിക്കുന്നുണ്ട്.
അടുത്ത 17-ാം തീയതിക്ക് തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോഴും ആ കേസിന് സ്റ്റേ കിട്ടുമെന്നാണ് സർക്കാർ വിചാരിക്കുന്നത്. സർക്കാർ അതിന് ഒത്തുകളിക്കുകയാണ്. ഇത്രയും ദിവസം ഇവർക്ക് ആ പോക്കുവരവ് ചെയ്തു കൊടുക്കാതെയും വഖഫിന് ടാക്സ് ആ ഭൂമിക്ക് ടാക്സ് അടയ്ക്കാതെയും സർക്കാർ നടത്തിയ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ഈ വഖഫ് സംരക്ഷണ സമിതിക്ക് സുപ്രീം കോടതിയിൽ പോയി സ്റ്റേ മേടിക്കാൻ ഒത്താശ ചെയ്തു കൊടുക്കുകയായിരുന്നു സർക്കാർ. അതിനിടയിൽ ഇങ്ങനെ ഒരു വിധി ഇവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതിൽ വഖഫ് സംരക്ഷണ ഈ മുനമ്പം സംരക്ഷണ സമിതിയിലെ ചില ആളുകളെ വിലക്കെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പറയാൻ എനിക്കൊരു മടിയില്ല. ചില ആളുകളെ അതിനു വേണ്ടി കുറെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും കുറെ ആളുകളെ വിലക്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് വരുന്നതാണ്. 17-ാം തീയതി ആകുമ്പോഴത്തേനും സ്വാഭാവികമായും തെരഞ്ഞെടുപ്പൊക്കെ കഴിയും. അപ്പോൾ വീണ്ടും ഈ വിഷയം മാറിപ്പോകും. അപ്പോൾ നിലവിൽ താൽക്കാലികമായി മുനമ്പം വിഷയം സർക്കാർ പരിഹരിച്ചു എന്ന് സ്ഥാപിക്കാനുള്ള ഈ വൃത്തികെട്ട സമീപനം അതിനെ BJP ശക്തമായി എതിർക്കുകയാണ്. അന്നും ഇന്നും എന്നും BJPയുടെ ഒറ്റ നയമേ ഉള്ളൂ, മുനമ്പം ഭൂമി വഖഫ് ഭൂമി അല്ല. ഞങ്ങൾ ഈ പറയുന്ന രീതിയിൽ പറയാൻ ഇവിടുത്തെ കോൺഗ്രസോ CPMോ തയ്യാറാകുന്നില്ല, ഒളിച്ചു കളിക്കുന്നു. ഇപ്പോഴും CPM നടത്തിയിട്ടുള്ള, പിണറായി സർക്കാർ നടത്തിയിട്ടുള്ള ശ്രമം എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ കേരള ഹൈക്കോടതിയുടെ വിധിക്ക് സ്റ്റേ ലഭിക്കുവാൻ വേണ്ട ഒത്താശ വഖഫ് സംരക്ഷണ സമിതിക്ക് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ കള്ളക്കളി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ, ഇപ്പോഴത്തെ അവസ്ഥയിൽ സംസ്ഥാന സർക്കാരാണ് ആ വിഷയത്തിൽ കക്ഷിയായിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ ആ കേസിൽ കക്ഷിയല്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇംപ്ലീഡ് ചെയ്ത് ആ കേസിൽ കക്ഷി ചേരണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ഔദ്യോഗികമായി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജി കേന്ദ്ര ഗവൺമെന്റിനോട് ഇന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെട്ട വിവരം കൂടി നിങ്ങളെ അറിയിക്കുന്നു. ക്രെഡിറ്റ് ആർക്കുമില്ല. ആർക്കെന്തിനാ ക്രെഡിറ്റ് കൊടുക്കുന്നത്? ഒരു ക്രെഡിറ്റും ഇല്ല. ആ ജനതയ്ക്ക് നീതിയാണ് കിട്ടുന്നത്, വേറെ ക്രെഡിറ്റ് ഒന്നുമില്ല. അവിടെ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനാണ്. കാരണം ആ ജനതയ്ക്ക് നീതി ലഭിക്കണമെന്ന് തുടക്കം മുതലേ പറയുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ഇതിന് എത്രയും പെട്ടെന്ന് അവർക്ക് നീതി കിട്ടുക എന്നുള്ളതാണല്ലോ. കാരണം അവർക്ക് നീതി കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അതിനെ വഖഫ് ഭൂമിയാക്കിയ നിയമം ഇന്ന് നിലവിലില്ല. പിന്നെ ഹൗ ടു ഇംപ്ലിമെന്റ് റൂൾസ് വരാനിരിക്കും. സ്വാഭാവികമായിട്ടും റൂൾസിന് കാലതാമസം എടുക്കും. സുപ്രീം കോടതിയിൽ കേസ് പെൻഡിംഗ് ഉണ്ട്. ഈ മുസ്ലിം ലീഗ് കൊടുത്ത കേസാണ്, ഇന്ത്യ മുന്നണി കൊടുത്ത കേസാണ് വഖഫ് നിയമത്തിനെതിരെ പെൻഡിംഗ് നിൽക്കുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് അവർക്ക് നീതി ലഭിക്കണം. അതിന് ഇപ്പോഴത്തെ കോടതി വിധികൾ കാരണമായി. ഏറ്റവും രസമെന്ന് പറയുന്നത് ഭൂസംരക്ഷണ സമിതി ഇവിടെ ആരും ഇന്നലെ ഇല്ലായിരുന്നു. ഇന്നലെ കൃഷ്ണുണ്ണി സാറാണ് അവിടെ സെബാസ്റ്റിന് വേണ്ടി ഹാജരായ കൃഷ്ണുണ്ണി സാറാണ് ഇന്നലെ അവിടെ വാദം പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിധി വന്നിട്ടുള്ളത്. അപ്പോൾ ആ വിഷയത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ മുനമ്പം ജനതയ്ക്ക് നീതി ലഭിക്കാൻ കോടതിയുടെ ഭാഗത്തുനിന്ന് വളരെ അനുകൂലമായ നിലപാടുണ്ടായി. സർക്കാർ പെട്ടുപോയി. പക്ഷേ സർക്കാർ ഞാൻ ഇപ്പോഴും പറയുന്നു, സ്റ്റിൽ അതിനകത്ത് കള്ളത്തരം കാണിക്കുന്നു. സുപ്രീം കോടതിയിൽ നിന്നും വഖഫ് സംരക്ഷണ സമിതിക്ക് അനുകൂലമായി കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് സ്റ്റേ കിട്ടാൻ വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. ഇന്ന് മന്ത്രി B. രാജീവ് പറഞ്ഞു, എന്താ, ഞാനത് വഖഫ് ആണെന്നും പറയുന്നില്ല, വഖഫ് അല്ലെന്നും പറയുന്നില്ല. കോടതി പറഞ്ഞത് ശരിവെക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലേ? കോടതി പറഞ്ഞല്ലോ അത് വഖഫ് അല്ല. ഇപ്പൊ ഇന്ന് ഈ രാജ്യത്തൊരു നിയമമുണ്ട്, ആ നിയമപ്രകാരം അത് വഖഫ് അല്ല. എന്നാലും ഇത് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതെന്താ ബുദ്ധിമുട്ട്? അത് പറയാതിരിക്കാൻ കഴിയില്ല. വേറൊന്നുമില്ല. അവിടെ ആരാണ് ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ നേതാക്കളിലും കേസ് കൊടുത്തവരുടെ പേര് ഒന്ന് വായിച്ചാൽ അവരുടെ പുറകിലുള്ള PFI ബന്ധം നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായില്ലേ? പഴയകാല PFIയുടെയും ഇപ്പോഴത്തെ SDP-യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളാണ് ഈ വഖഫ് സംരക്ഷണ സമിതി. കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്? സമസ്ത പോലും പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ആ വിഷയം ഇവിടെ പറയാൻ സമസ്തയിടത്ത് തന്നെ നമുക്ക് പല കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും സമസ്തയുടെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള രാജ്യവിരുദ്ധ ശക്തികളെ ഒഴിവാക്കി നിർത്തണമെന്നുള്ള സമസ്തയുടെ നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. രാജ്യവിരുദ്ധ ശക്തികളെ, മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ശക്തികളെ ഒഴിവാക്കി നിർത്തണമെന്ന് സമസ്തയുടെ അഭിപ്രായത്തോട് BJP 100% യോജിക്കുകയാണ്. ആ കാര്യത്തിൽ ആ അഭിപ്രായത്തെ BJP സ്വാഗതം ചെയ്യുന്നു.
സമസ്തയുമായി പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ അവരെടുത്ത നിലപാട് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. അവരെല്ലാം എതിർക്കുന്ന കക്ഷികൾ തന്നെയാണ് ഇവർ അനുകൂലിക്കുന്നത്. വി ഡി സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പുറകെ നടക്കുകയാണ്. പിണറായി വിജയൻ PDPയുടെ പുറകെ നടക്കുകയാണ്. ഞാൻ താമസിക്കുന്ന എൻ്റെ മുനിസിപ്പാലിറ്റിയിൽ PDPയുടെ ജില്ലാ പ്രസിഡന്റ് LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഞാൻ താമസിക്കുന്ന എൻ്റെ മുനിസിപ്പാലിറ്റിയിൽ UDFിന്റെ സ്ഥാനാർത്ഥിയായി ജമാഅത്തെ ഇസ്ലാമിയുടെ 3-ാം വാർഡിലും 13-ാം വാർഡിലും 2 സ്ഥാനാർത്ഥിമാർ മത്സരിക്കുന്നു. വെൽഫെയർ പാർട്ടി പരസ്യമായ ബന്ധമാണ്. UDF സ്ഥാനാർത്ഥിയെന്നും LDF സ്ഥാനാർത്ഥിയെന്നും അടിച്ചേക്കുന്നത്. അതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടരുത്. കേരളത്തിൽ ഇതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മത തീവ്രവാദ സംഘടനകൾ, ആ വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്. തീവ്രവാദ സംഘടനകൾ, മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന സംഘടനകൾ, ഇത് രാജ്യവിരുദ്ധ സംഘടനകളാണ്. യഥാർത്ഥത്തിൽ CPM-ഉം കോൺഗ്രസും ഈ വിഷയത്തിൽ നടത്തുന്ന ഈ നിലപാടുകൾ രാജ്യവിരുദ്ധ സമീപനമാണ് കോൺഗ്രസും CPM-ഉം കൈക്കൊള്ളുന്നത്. ഭേദഗതി ബില്ലിന് മുൻകാല പ്രാബല്യം ഇല്ലാന്നൊരു സാഹചര്യമാണല്ലോ. കേന്ദ്രമന്ത്രി തന്നെ അന്ന് പറഞ്ഞിരുന്നു നീണ്ട നിയമ പോരാട്ടം വേണ്ടി വരും, ഇത് മുൻപത്തെ ആളുകളുടെ പ്രശ്നത്തിന് പരിഹാരങ്ങളാണ്. അപ്പൊ ഈ ഭേദഗതിയിലേക്ക് പോകുന്നതിന് മുൻപ് ഭേദഗതി ഉൾപ്പെടുത്താതെ തന്നെ അത് അണ്ടർസ്റ്റുഡ് ആയിരുന്നു. സിവിക്സായിട്ട് എഴുതി കൊടുത്തിരുന്ന ഡീല് പ്രകാരം അത് വകഭൂമി എന്നാന്നുള്ള കാര്യം അണ്ടർസ്റ്റുഡ് ആയിരുന്നു. ആ സമയത്ത് പോലും ഈ ഭേദഗതിയുടെ പിന്നാലെയാണ് BJP പോയത്. അതല്ലാതെ ഇത് വകഭൂമി അല്ലാതെ സ്ഥാപിക്കാനുള്ള ഒരു നീക്കവും ആ സമയത്തും ഇതിൽ കൃത്യമായ എവിഡൻസ് ഉണ്ടായിട്ട് പോലും കോടതിയുടെ വകഭൂമിയാണെന്നൊരു വിധി ആ സമയത്ത് ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അതിൽ സത്യം ചെന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നല്ലോ കണ്ടത്. ഇപ്പോഴും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആ ഡീഡ് പ്രകാരമാണ് ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് കൊടുക്കണം, അതർവൈസ് ഇറ്റ് വിൽ ബി കം ബാക്ക് ടു മൈ ഹയേഴ്സ് ഓർ മീ മൈസെൽഫ് എന്നുള്ളതാണ് സിനിസേഡിന്റെ ഡീഡ്. അങ്ങനെയാണ് അത് തിരിച്ചെടുക്കാനുള്ള ഡീഡാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് വഖഫിലേക്ക് പോകാനുള്ളത് ആയിരുന്നില്ല. ആ ഡീഡ് പ്രകാരം തന്നെയാണല്ലോ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയും വന്നിരിക്കുന്നത് തന്നെയാണല്ലോ. ഇപ്പോൾ സെക്ഷൻ 2-ന്റെ അമെൻമെന്റ് ബില്ലിന്റെ സെക്ഷൻ 2-ന്റെ പ്രൊവൈസോ പ്രകാരം മാത്രമേ ആ ഡീഡ് ഇൻവാലിഡ് ആവുള്ളൂ. ഇൻവാലിഡ് ആവുന്നല്ല, ആ ഡീഡ് പ്രകാരം വഖഫിലേക്ക് ഭൂമി പോകില്ല എന്ന് സ്ഥാപിക്കണമെങ്കിൽ നിയമപരമായി ഇപ്പൊ പറഞ്ഞേക്കുന്ന ഒരു ടെക്നിക്കൽ വിഷയമാണ്. സ്വാഭാവികമായി 1950 രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഭൂമി 2019 വഖഫായി മാറ്റണമെങ്കിൽ അവർ നടത്തേണ്ട സർവേ, അവർ നടത്തേണ്ട നോട്ടിഫിക്കേഷൻസ്, ഇതൊന്നും ചെയ്തില്ല. ആ ടെക്നിക്കൽ ആസ്പെക്റ്റിൽ ആണ് ഇപ്പോൾ ഹൈക്കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് ശാശ്വതമായ ഒരു പരിഹാരം എവിടെ ഉണ്ടാകുക? ഈ സിദ്ദീഖ് സൈഡ് കൊടുത്തിട്ടുള്ള രേഖ, അത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഒരു സൊസൈറ്റിക്ക് കൊടുത്തിട്ടുള്ള ഭൂമി, അത് വഖഫായി മാറില്ല. ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി അസൈൻ ചെയ്തിട്ടുള്ള ഭൂമി വഖഫ് ബോർഡിന് ക്ലെയിം ചെയ്യാൻ കഴിയില്ല എന്ന ആക്ടിലെ പ്രൊവിഷൻ, അത് പുതിയ ഭേദഗതിയിൽ സെക്ഷൻ 2-ന്റെ പ്രൊവിസയിലുണ്ട്. അത് സുപ്രീം കോടതിയിൽ വരുമ്പോൾ കൃത്യമായി കേന്ദ്ര സർക്കാരിന് അത് പ്രസന്റ് ചെയ്യാൻ കഴിയും. അവിടെ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാവും. വലിയ മുന്നേറ്റം ഉണ്ടാവും തീർച്ചയായിട്ടും. നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന കഴിയും ഇവിടുത്തെ CPM-നേക്കാൾ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സ്ഥാനാർത്ഥികൾ, താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട് എന്ന് പറയുന്നത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചുള്ള അഭിമാനമല്ലേ. തീർച്ചയായിട്ടും BJPക്ക് ഒരു നല്ല മുന്നേറ്റം എല്ലാ മേഖലയിലും ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ അതിനുള്ള ജോലി ചെയ്തിട്ടുണ്ട്. ഈ ജനങ്ങളുടെ കയ്യിലാണ് അവർക്ക് കൊടുക്കുന്നത്. ഞങ്ങൾ പറഞ്ഞല്ലോ, മാറാത്തത് ഇനി മാറും. ആ വികസിത കേരളം എന്ന കൺസെപ്റ്റിനെ, രാജീവ് ചന്ദ്രശേഖറിന്റെ ആ ഒരു കൺസെപ്റ്റിനെ ജനം അംഗീകരിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. BJP അവിടുത്തെ, നിങ്ങൾക്കറിയാം, അവിടെ തികച്ച് 25 പേര് നമ്മുടെ സജീവ പ്രവർത്തകർ ഇല്ലാത്തൊരു നാടാണ്. അല്ല ആ മുനമ്പം വാർഡല്ലേ, നമുക്ക് അവിടെ ആ വാർഡ് ഇല്ല, 25 പ്രവർത്തകർ ഇല്ലാത്തൊരു വാർഡാണ്. ഞങ്ങൾ അവിടെ ഇടപെട്ടത് വോട്ടിന് വേണ്ടിയല്ല, ഞങ്ങൾ ആ വിഷയത്തിൽ ഇടപെട്ടത് ഇത് സംസ്ഥാനത്തെ മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമാണ്. മുനമ്പം സമരം തുടങ്ങിയതിന് മുമ്പാണ് വഖഫ് ഭേദഗതി ബില്ലിന്റെ ഡ്രാഫ്റ്റിംഗ്. വഖഫ് ഭേദഗതി ബില്ല് 2021 ഡ്രാഫ്റ്റിംഗ് തുടങ്ങിയതാണ്. അപ്പം ഇത്തരത്തിലൊരു വിഷയം വന്നപ്പോൾ അവർക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, നമുക്ക് അവിടെ ഒരു രാഷ്ട്രീയ ലാഭത്തിന് നമ്മൾ നിന്നിട്ടില്ല. പക്ഷെ അവിടെ ഒത്തിരി ആളുകൾ ഇന്ന് BJP ഭാഗമാണ്. ഇന്ന് ആ വാർഡിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ BJP ആണ്, ഒരു സംശയമില്ല. അത് ജനം നമ്മളോടൊപ്പം എത്തിയതാണ്.
അവരോട് ആരോട് ഇത് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആ നാട്ടുകാരനും കൂടെയാണ് അദ്ദേഹം. ഈ നിമിഷം വരെയും അവിടെ അവർ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് വേണ്ട, കാരണം നിങ്ങൾക്ക് എന്ന് തോന്നുന്നു അപ്പം മതി. ഞങ്ങൾ അവിടെ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗം നടന്നപ്പോൾ പോലും ഞങ്ങൾ തീരുമാനമെടുത്തു മുനമ്പത്ത് അത് വേണ്ട, അവർക്ക് തീരുമാനം എടുക്കട്ടെ, അവർ നമ്മളോട് പറഞ്ഞുകൊണ്ട് അവർ തീരുമാനം എടുക്കും മതി. ഞങ്ങൾക്ക് ഇന്ന് മുനമ്പത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി BJP ആണ്. അത് അവർക്കുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നും അവിടെ ഒരു വിഭാഗം അദ്ദേഹം പറഞ്ഞില്ലേ, ഈ മുനമ്പം ഭൂസംരക്ഷണ സമിതി കുറെ ആളുകൾ ഇവരിപ്പോഴും പല രാഷ്ട്രീയത്തിന്റെ പിടിയാളുകൾ അവിടെ ഉണ്ട്, ഒരു സംശയം വേണ്ട. ഇപ്പൊ ഇന്ന് സമരം അവസാനിക്കുകയാണ്. പക്ഷെ സമരമല്ല, അവിടെ ആ കുടിൽ കിട്ടിയുള്ള സമരമാണ് അവസാനിക്കുന്നത്. അവരുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അവസാനിക്കുന്നില്ല. ആ പോരാട്ടം അവർക്ക് പൂർണ്ണ അവകാശം കിട്ടുന്നിടം വരെ, എല്ലാ നിയമ പോരാട്ടങ്ങൾക്കും അവസാനം വരെ ഞങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ സുപ്രീം കോടതിയിൽ അവർക്ക് കാവലായി BJP ഉണ്ടാകും. ഈ PDP-യുമായിട്ടും അതുപോലെ CPI-യായിട്ടുള്ള ആ ഒരു ബാന്ധവത്തെ അവരൊരിക്കലും അംഗീകരിക്കുന്നില്ല. പറഞ്ഞത് വർഗീയ ശക്തിയുമായി ഞങ്ങൾ കൂടുതലായിരുന്നു നീരാജുവിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞത്. നീരാജുവിന്റെ PDP ജില്ലാ പ്രസിഡന്റാണല്ലോ LDF വേണ്ടി. നിഷാദാണ് അവർ പോസ്റ്റർ കണ്ടില്ലായിരുന്നു? അവരുടെ ഔദ്യോഗികമായിട്ട് പോസ്റ്റർ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോ ഞാൻ കാണിച്ചു തരാം. എന്തോ നിഷാദ് ഞാൻ കുഞ്ഞിനെ പോലെ കണ്ടുവരുന്നത്. ഇതാണ് UDF സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ. സുറുമി യൂസഫ്, ഈരാറ്റുപേട്ട 13ാം നഗരസഭ നടക്കൽ വാർഡ് UDF പിന്തുണയ്ക്കുന്ന വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി. ഇതിനെ വിനയ വിശ്വം നിഷേധിച്ചിട്ട് കാര്യമുണ്ട്? അല്ലെങ്കിൽ ഈ UDF-ന്റെ ഇപ്പൊ ഇന്ന് തങ്ങള് എന്തോ നിഷേധിച്ചിട്ടുണ്ട്. എന്തിനാ ഇവർ നിഷേധിക്കുന്ന എന്തിനാ? ഇത് ഇങ്ങനെ പോസ്റ്റർ അടിച്ച് വെച്ചിട്ട് കണ്ണടച്ചിട്ട് ഇരുട്ടാന്ന് പറയാൻ കാര്യമുണ്ടോ? പിന്നെ ഏതൊരു പക്ഷിയുണ്ടോ തല മണ്ണിനടി കുത്തിയിട്ടിട്ട് പറയുന്ന പോലെ? അതുപോലെയാണത്. PDP-യുടെ ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹം. 9ാം വാർഡിൽ ഔദ്യോഗികമായി നിങ്ങൾ വരണം, നിങ്ങൾ ഈരാറ്റുപേട്ടയ്ക്ക് വാ. അവിടെ 9ാം വാർഡിൽ പോസ്റ്റർ അടിച്ച് അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് LDF സ്ഥാനാർത്ഥിയാണ്. അത് ബിനോയ് വിശ്വം നിശ്ചയിച്ച പിണറായി വിജയനോട് ചോദിക്കാൻ പറ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നടത്തേക്കുന്നത്. ബിനോയ് വിശ്വം അറിഞ്ഞു കാണില്ല.